ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മേൻ്റെ പേരേക്കാൻ വന്നിട്ടാണ് സ്കൂളിൻ്റെ നേരെ. അപ്പോൾ വന്നപ്പോഴുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഈ വാതിലുണ്ടായിരുന്നില്ല, ആകെ ആ ഒരു വാതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഞാൻ ഏതാളൊക്കെ കൊടുത്തതും മെയിനായിട്ട് വന്നത് എന്തിനാ വെച്ചാൽ മേക്കപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് ഓർലീസും പിന്നെ ഉണ്ണിയപ്പം നുറുക്കൊക്കെ കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതോളെ ബ്രഷാണ്, കുറേ ഉണ്ടായിരുന്നു. ഓള് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞ് ഫ്രണ്ട് ഓളെടുത്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉറക്കൂലേ മുഖമൊക്കെ ഇങ്ങനെ കുഞ്ഞ് ഫ്രണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മന്തി ഉണ്ടായിരുന്നു കൊടുന്ന് വെച്ചത്. പിന്നെ രാവിലെയാണത്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ ഒരു കാക്കച്ചിനൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ പുട്ടും കടലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡ് ആവോളം ഞാൻ എഴുതി. പിന്നെ പുട്ടും കടലക്കറി എത്തിയിട്ടുണ്ട്. നമ്മളതൊക്കെ തിന്നു. പിന്നെ നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാനുണ്ട്. നമുക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിലുണ്ട്. മെയിനായിട്ട് ജ്വല്ലറീസൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ഓള് പോകുന്ന ഏറ്റവും ഒരു കൊറിയറിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മേക്കപ്പിൻ്റെ എന്തോ സംഭവമാണ്, പേർക്കല്ല. പിന്നെ ഞങ്ങൾ ആദ്യം ഞങ്ങൾ ബസ്സിനെ കാത്തുനിന്നില്ല, പക്ഷേ ഓട്ടോറിക്ഷയാണ് കിട്ടിയത്. അപ്പം അതിൽ ഒരു ചങ്ങാൻ്റെ ഫസ്റ്റ് കയറിയത് ഞങ്ങളിപ്പം. പിന്നെ ഒരു താത്താനെ കയറ്റി. ആ കാക്ക എന്നിട്ട് നേരെ മുമ്പ് പോയി. ഈ താത്ത ബാക്കൊക്കെ വന്നു. അങ്ങനെ മൊത്തത്തിൽ 1 2 3 4 5 ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ജ്വല്ലറീസ് നോക്കി. ആ കടയിൽ നിന്നൊന്നും കിട്ടിയില്ല. രണ്ട് കടയിൽ കയറിയതാണ്. തലാപ്പിലും കയറി. ആ കടേൻ്റെ പേരൊക്കെ അറിയില്ല. അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഒക്കെ എന്നെ കൊണ്ടാണ് എൻ്റെ കൗത്തുകൾ ഇട്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് വാങ്ങിയത്. അപ്പോൾ അവിടെയും കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് എടുക്കാന്ന് വെച്ചാൽ ഒരു ഫാൻസിക്കാണ്. ഫാൻസിക്ക് എന്താണ് ഒരു ഐഷാൾ പാലറ്റ് വാങ്ങാണ്ടായിരുന്നു. ആ പാലറ്റ് ഇവിടെ നോക്കിയപ്പോൾ 2 കളർ പൊട്ടിയിട്ടായിരുന്നു. പിന്നെ നമുക്ക് ആ കളറൊന്നും അങ്ങനെ ഇഷ്ടമില്ല. അങ്ങനെ എന്തോ പ്രശ്നം കൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഞാൻ ഈ കടയൊക്കെ ഇങ്ങനെ നോക്കി അങ്ങോട്ട് കൂടി കറങ്ങിയെടുക്കാനും. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള സൈഡിൽ ഒരു കട ഉണ്ട്. അപ്പോൾ ആ കടയിൽ പോയിട്ട് അപ്പുറത്തെ എവിടെ ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് വാങ്ങി. പിന്നെ ചെരുപ്പ് വാങ്ങി നേരെ പ്രിൻ്റ് എടുക്കാനാണ് പോയത്. ഓക്കെ ഇവിടെ പേര് കേട്ടുള്ള സംഭവം ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അതാണ് ഇത്. ഫസ്റ്റ് ഓള് ഇതെടുക്കാനാണ് വിചാരിച്ചു. പക്ഷെ ഇതെടുത്തപ്പോൾ കുറേ ലൈന് വന്നു. ബാക്കിൽ എടുത്ത് നോക്കിയപ്പോൾ അതിലുണ്ട്. പിന്നെ പക്ക വൈറ്റ് കളർ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ഒക്കെ പോയത് പെരേക്കാണ്, അമ്മേൻ്റെ പെരേക്ക്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് ഇതോളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ പാൻറ്റൊന്നും ഇട്ടിരിക്കുന്നത്. പാൻറ്റൊക്കെ ഇപ്പോൾ ആരും കാണാനാണ്. നമ്മൾ മേക്കപ്പ് ഫോക്കസ് ചെയ്താൽ പോരെ. ഞങ്ങൾ നേരെ കണ്ണാടിയിലൊക്കെ നോക്കി ഞങ്ങൾ റെഡിയായി. ഞാൻ റെഡിയായി. പിന്നെ രാത്രിയായി. അതൊക്കെ ഊരിയിട്ടു ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പൊക്കവട തിന്നു. പിന്നെ ചായ ഓർലീസ് അങ്ങനെ എന്തോ ആയിരുന്നു, ചായ തോന്നണം. പിന്നെ രാവിലെ ആയപ്പോൾ പിന്നെ ദോശയും കടലക്കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ദോശയും കടലക്കറിയൊക്കെ ഞാൻ നോക്കിയപ്പം ഈ കമ്മലുണ്ടല്ലോ, ഈ കമ്മലവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ കമ്മലവിടെ നിൽക്കണില്ല. പിന്നെ ഞാൻ കമ്മലിടാനും മറന്നു, ഫോട്ടോ എടുക്കാൻ. ഇപ്പം ഞങ്ങൾ നേരെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഈ പെരേക്ക് ഞങ്ങൾ 2 പേരേക്കാണ് വന്നത്. 2 പേരേക്ക് വന്നപ്പോൾ ഈ പെരയാണ് ഫസ്റ്റത്തെ പെര. ഈ പെരേക്ക് വന്നപ്പോൾ ഒരു പറഞ്ഞപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കലില്ല, എടുത്തിട്ട് പെട്ടെന്ന് പോകണമെന്ന്. അപ്പം അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഒന്ന് 2ാമത്തെ പെരേക്ക് പോയി. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ആടേനും അവിടെ ഒരാൾ ഫോട്ടോ എടുക്കാനും. ഒരു എൻ്റെ കസിൻ്റെ കൂട്ടത്തിയാണ് ഈ ഗ്രീന്. അപ്പോൾ ഓളെ ഫോട്ടോസ് എടുക്കാണ്ടായിരുന്നു. ഞങ്ങൾ 2ാമത്തെ പെരേക്ക് പോയപ്പോൾ അവിടെ ഒരു പാമ്പിനെ കണ്ടു. പാമ്പിന് പേടിയാണെങ്കിൽ ഇനിയിപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ കണ്ടില്ലേ. അപ്പം പാമ്പിനൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്ത് ഓളെ ഫ്രണ്ട്, എൻ്റെ കസിൻ്റെ ഫ്രണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്, ഇവിടെ ഹൈറ്റ് ഇല്ല. അപ്പോൾ ചെരുപ്പ് വരാൻ പറഞ്ഞതാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അമ്മായി ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഓർഡർ ചെയ്തേക്കണു. പക്ഷേ ടൈമില്ലേനു. ഞങ്ങളോട് 12:30 പോകാൻ പറഞ്ഞതാണ്. ഞങ്ങൾ കുറച്ച് സമയം ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ
ഞങ്ങൾ നേരെ എൻ്റെ പെരേക്കൊന്നോ ജ്വല്ലറിയൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ റെൻറ്റിലെടുത്തതേനും. ഇത്രയുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് 2 പാർട്ടാക്കി ഇടേണ്ടി വരുമെന്ന്. പിന്നെ നോക്കിയപ്പോൾ അത്ര വീഡിയോസ് ഒന്നും ഇല്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.